ഹലോ, വെൽക്കം ടു ഫാമുഡ് ഹൗസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പയർ ചമ്മന്തിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് പയർ ചമ്മന്തി. ചൂട് ചോറിനൊപ്പവും ചൂട് കഞ്ഞിക്കൊപ്പമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പയർ ചമ്മന്തി. പയർ ചമ്മന്തി എങ്ങനെയാണെന്ന് നോക്കാം. പയർ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തേക്കുന്നത് പരിപ്പാണ്. നമുക്കിത് വേണമെങ്കിൽ ചെറുപയർ എടുത്തിട്ട് അതിനെ നല്ലോണം വറുത്ത് പൊടിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അത് തൊലിയെല്ലാം കളഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് എടുത്തേക്കുന്നത് പരിപ്പാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഞാൻ ഒരു ബൗൾ എടുത്തിരിക്കുന്നത്. പരിപ്പ് ഞാൻ 150 ഗ്രാമാണ് എടുത്തേക്കുന്നത്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 3 വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഒരു കടായി ഇപ്പോൾ അടുപ്പി വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് പയറൊന്ന് വറുത്തെടുക്കാം. പയർ നമുക്ക് നല്ല ചുമന്ന കളർ ആവുന്നത് വരെ വറക്കണം. കരിഞ്ഞു വരുത്. നമുക്ക് പയർ നല്ലോണം വറണ്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരു നല്ല മണം വരും അതിനകത്തുനിന്ന്. അപ്പം ആ ഒരു അവസ്ഥയിൽ നമുക്കിത് വറുത്തെടുക്കണം. നമ്മുടെ പയർ നല്ലോണം വറണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കളറും മാറി വന്നു. ഇതിപ്പോൾ ഞാനാണെങ്കിൽ ഒരു പയറെടുത്ത് വായിലിട്ട് കടിച്ച് നോക്കി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് അത് കടിക്കാൻ പറ്റും നമുക്ക്. അത് വായിലിട്ട് കടിക്കുമ്പോൾ തന്നെ നമ്മൾ കടലേക്ക് കടിക്കത്തില്ല, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ പാകം. മാത്രമല്ല നല്ല മണവും ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി തണുക്കണം. തണുത്തിട്ട് നമുക്കിതിന് പൊടിച്ചെടുക്കണം. നമ്മുടെ പരിപ്പ് തണുത്തിട്ടുണ്ട്. അപ്പം നമ്മളിനി അതിനെ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ എൻ്റെ പാകം എന്ന് പറയുന്നത് നല്ലപോലെ പൊടിയേണ്ട, ചെറിയൊരു തരിതരിപ്പ് വേണം. അപ്പോൾ ആ ഒരു തരിതരിപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി അങ്ങ് പൊടിയായി പോകരുത്, നമുക്ക് കുറച്ച് തരിതരിപ്പ് കിട്ടണം. പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പൊടിച്ചെടുത്തതെന്ന് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ഇതേപോലെ കുറച്ച് തരിയും വേണം നമുക്ക്, എന്നാൽ കുറച്ച് പൊടിഞ്ഞും വന്നിട്ടുണ്ട്. തരി ബാക്കി ഉണ്ടാവണം. ഈ ഒരു പാകത്തിനാണ് നമ്മളിത് പൊടിച്ചെടുക്കേണ്ടത്. ഞാനിതിലേക്ക് ഇച്ചിരി വെള്ളം ആഡ് ചെയ്യുവാണേ. എനിക്കിതൊന്ന് കുതിർത്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർക്കാൻ വയ്ക്കുന്നില്ല നമ്മൾ. കുറച്ച് വെള്ളമൊന്ന് ഞാൻ ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് നനഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല, വെള്ളം ഒഴിക്കുന്ന കൂടി പോകാൻ പാടില്ല. കാരണം ഇനി നമുക്കിതിൽ തേങ്ങയൊക്കെ ഇട്ട് അരയ്ക്കാനുള്ളതാണ്. നമുക്ക് ആദ്യം ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിരുന്നില്ലേ, അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മുളക് പൊടി നമുക്ക് ആഡ് ചെയ്യാം. മുളക് പൊടി ഞാനിവിടെ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഇതിനൊപ്പം നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. അപ്പം ഇനി നമുക്കിത് അരച്ചെടുക്കാം. ചമ്മന്തിക്കൊക്കെ അരച്ചെടുക്കൂല, ആ ഒരു പാകത്തിന് അരച്ചെടുത്താൽ മതി. പയർ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. നമുക്ക് ചോറിൻ്റെ ഒപ്പവും കഞ്ഞിക്കൊപ്പവും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു പഴയ ഡിഷാണ്, ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.